ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഒരു KSRTC ഡ്രൈവറുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെത് ഇങ്ങനെയാണ്, ഏറെക്കുറെ എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഫോളോ ഞെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞെക്കിയിട്ട് ബാക്കി കണ്ടു കിട്ടോ. രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ അടിച്ച് നിസ്കരിച്ച് പണിസാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സീനാണ് ഇത്. കണ്ണടയും ചോറും വെള്ളവും പിന്നെ വൈകുന്നേരങ്ങളിൽ പാട്ട് വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പീക്കറും. വൈകുന്നേരങ്ങളിൽ സമയം പോകണമെന്നുണ്ടെങ്കിൽ ഈ മുതലില്ലാണ്ട് പറ്റൂല കേട്ടോ. പിന്നെ ചെറിയൊരു ടവലും ഉണ്ട്. അങ്ങനെ എല്ലാം പൂട്ടിക്കെട്ടി വീട്ടുകാരോട് സലാം പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിലേക്ക് വിട്ടു. ഇതാണ് നമ്മുടെ പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡ്. ചെറുപ്പം തൊട്ട് കാണുന്നതാണ്, അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിൽ വണ്ടിയൊക്കെ വെച്ച് നിൽക്കുമ്പോഴാണ് തൊടുപുഴ തൃശ്ശൂർ ഫാസ്റ്റ് പാസഞ്ചർ സ്റ്റാൻഡിലേക്ക് വന്നത്. ഒന്നും നോക്കിയില്ല, നേരെ ചെന്ന് ചാടി കയറി. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എന്നാലും സൈഡ് സീറ്റ് കിട്ടിയില്ല. സൈഡ് സീറ്റും ഫ്രണ്ട് സീറ്റും നമുക്ക് എന്നും ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് നേരെ വിട്ടു അങ്കമാലിക്ക്. 5:55 പെരുമ്പാവൂരിന്ന് കയറിയിട്ട് 6:15 ആയപ്പോഴേക്കും അങ്കമാലി എത്തിയിട്ടാ. എന്റെ ഡ്യൂട്ടി ദേ ഇന്ന് ഇവന്റെ കൂടെയാണ്. 6:45 സ്റ്റാർട്ട് ചെയ്യുന്ന ആലുവ ചാലക്കുടി ഷെഡ്യൂൾ. ഓർഡിനറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികളിൽ ഒന്നാണിത്. RNC 159. ഹൈ ഗിയർ ചാടൂല എന്നുള്ള ഒരു കംപ്ലൈന്റ് വെച്ചാൽ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലോക്ക് ഷീറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങുണ്ട്. അത് നമ്മുടെ VSന്റെ കയ്യിൽ വാങ്ങിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഡ്യൂട്ടിയുള്ള നമ്മുടെ VS സുനിൽ സാർ. ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാട്ടോ. ഇതാണ് ലോക്ക് ഷീറ്റ്. ഇതിൽ വണ്ടിയുടെയും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ടയർ ഉൾപ്പെടെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ വിടലേക്ക് ഇരിക്കും. അങ്ങനെ വണ്ടിയിലേക്ക് കയറി ചെറിയൊരു തൂക്കലും തുടക്കലും ഒക്കെ നടത്തി സ്റ്റാർട്ട് ചെയ്ത് എയറൊക്കെ കയറ്റി. ബാക്കി മീറ്ററുകളൊന്നും വർക്കാവുന്നില്ലെങ്കിലും എയറിന്റെ മീറ്റർ വർക്കാവുന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കി ആലുവക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.